ഹലോ എവറി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആക്ച്വലി ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. വീക്കെൻഡാണ്. സോ വീക്കെൻഡിൽ മോസ്റ്റ്ലി നമ്മൾ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. കുറച്ച് ദിവസമായി ലേണിംഗ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നില്ലായിരുന്നു. വീക്കെൻഡിൽ ആക്ച്വലി മോസ്റ്റ്ലി നമ്മൾ ലേൺ മസ്റ്റായിട്ട് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്തു, ഏതൊക്കെ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തത്, അത് മസ്റ്റായിട്ട് നമ്മൾ ശരിക്കും ബാക്ക് ടെസ്റ്റ് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു പെർഫെക്റ്റ്ലി ഒരു വ്യൂ കിട്ടും നമ്മൾ ആക്ച്വലി എന്തൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ ആക്ച്വലി ആ ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മൂവ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ മൂവ്സ് എങ്ങനെയാണ് ഇലിയറ്റ് വേവിൻ്റെ മൂവ്സ് 1 2 3 4 5 ആ ബേസിൽ ചെറിയൊരു വ്യൂ ഷെയർ ചെയ്യുവാണ്. എങ്ങനെയാണ് നമ്മൾ ശരിക്കും അത് പിടിക്കേണ്ടത്. വേവ്സിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. വേവ്സ് ശരിക്കും വരാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി പ്രോപ്പർ സെറ്റപ്പ് വേണം, എന്നിട്ട് എനിക്ക് വേവ്സിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പ് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണ് എനിക്ക് പ്രോപ്പർ വീഡിയോ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മസ്റ്റായിട്ട്. എന്നിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഞാൻ ബാക്കിയെല്ലാ ബാക്കിയെല്ലാ വീഡിയോ നിങ്ങളെ കൂടി ഷെയർ ചെയ്യും. കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാക്കും. സോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടി. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം, അനാലിസിസ് കിടക്കാം. എങ്ങനെയാണ് മീൻസ് നമ്മുടെ ലേണിംഗ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ലെവൽസ്, പിന്നെ പ്ലസ് എങ്ങനെയാണ് 1 2 3 4 5 മൂവ്സ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പിടിക്കാറുള്ളൂ, നമുക്ക് പിടിക്കേണ്ടതാണ്, എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതാണ്, ഒരു ട്രേഡിലേക്ക് ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ ഓവറോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചാർട്ടിലേക്ക് കിടക്കാം. ഈ ചാർട്ടാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഒരു ലോ ആണ്. ആ ലോയുടെ അവിടെ ഒത്തിരി തവണ ഹർഡൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഫസ്റ്റ് 1 hour ചാർട്ടിലാണ്, റൈറ്റ്. സോ ഈ ഒരു പോർഷൻ എന്തായി ഒരു സപ്പോർട്ടായി. 1 hour ചാർട്ടിൽ ഇത് സപ്പോർട്ടായി. സോ 1 hour ക്യാൻഡിൽ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആയാൽ മാത്രമേ ഫെർദർ ഫോൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് സപ്പോർട്ടാണ്, റൈറ്റ്. 22,800 ഇയർ അതൊരു ഏരിയ സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട് സോണായിട്ടാണ്. ഓക്കെ, സോ 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂവ്സ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പ്രോപ്പർലി ഇതിൻ്റെ ബിലോ ക്ലോസ് ആയാൽ ദാറ്റ് മീൻസ് 1 hour ചാർട്ടിൽ ഫെർദർ നമുക്ക് ബിയറിഷ്നെസ് കിട്ടും. അല്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇത് സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, സോ നമ്മളിപ്പോൾ സപ്പോർട്ടാണ്, ഇത് ഡിലീറ്റ് ചെയ്യാം, റൈറ്റ്. ഇനി നമുക്ക് പോകേണ്ടത് 15 minutes ചാർട്ട്. 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ഏരിയ, അതായത് കണ്ടോ, ഈ ഒരു ഏരിയ സപ്പോർട്ട് സോൺ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ഇവിടെ ബ്രേക്ക് ഡൗൺ കാണിച്ച്, പിന്നെ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു ഇതുകൂടി നടക്കുന്നു. ഈ ഒരു ഏരിയ ദെൻ അപ്പ് ആൻഡ് ഡൗൺ, ദെൻ വീണ്ടും വന്നു. നെക്സ്റ്റ് ഡേ ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഗ്യാപ്പ് ഡൗൺ ആൻഡ് വീണ്ടും ബൗൺസ്, ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആൻഡ് വീണ്ടും ബൗൺസ്. ഇവിടെയും ഗ്യാപ്പ് ഡൗൺ ആൻഡ് വീണ്ടും ബൗൺസ്. അതൊക്കെ മാർക്കറ്റിൽ പ്രോപ്പർലി ഒരു ബേസ്, അങ്ങനെ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് മാർക്കറ്റിൽ. സോ ഈ ഒരു ഏരിയ എന്താണ് ഓവറോൾ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓവറോൾ എന്താ ഒരു സപ്പോർട്ടായിട്ടാണ് മാറിയിരിക്കുന്നത്. സോ ഈസിലി അത് പൊട്ടത്തില്ല. ഓക്കെ, ഇന്നത്തെ സെറ്റപ്പാണ്. എങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിൽ എന്തായിരുന്നു ഇന്ന്, ഇതാണ് എനിക്കൊരു ഷെയർ ചെയ്യാനുള്ളത് അനലൈസിസ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ ഡേലോ മാർക്ക് ചെയ്യും. സോ ഇത് ബ്രേക്ക് ആയാൽ, ഇതല്ലേ നമ്മുടെ ലേറ്റസ്റ്റ് ലോ, ഇത് ബ്രേക്ക് ആയാലല്ലേ ഫർദർ ബിയറിഷ്നെസ് തുടങ്ങുകയുള്ളൂ. അതുവരെ അല്ലെങ്കിൽ ഇത് സപ്പോർട്ടായിട്ടാണ്. എപ്പോഴും മാർക്കറ്റിൽ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ അതിൻ്റെ അടുത്തുള്ള ലോ എപ്പോഴും അത് സപ്പോർട്ടായിരിക്കും. അത് ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ പാനിക് തുടങ്ങൂ. അത് ശ്രദ്ധിക്കുക. ഹൈ അതുപോലെ തന്നെ, ലേറ്റസ്റ്റ് ഹൈ ഇപ്പോൾ ഇതാണ് ഹൈ, ഇത് ലേറ്റസ്റ്റ് ഹൈ, ഇത് ബ്രേക്ക് ആയാൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ് ഉള്ളൂ. അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യും, റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ചാർട്ടിലേക്ക് നേരെ എന്ത് ചെയ്യുക, 5 minutes വരിക. മോർണിംഗ് കാലത്തെ, ഇപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ കാലത്തെ, ഇന്ന് മോർണിംഗ് ചാർട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ടാണ് നമ്മുടെ. സോ ഇന്ന് മോർണിംഗ് ഇതല്ലേ 9 o'clock, കാലത്തെ 9:15 ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗൺ ആയി, വീണ്ടും പ്രൈസ് പോയി. എവിടെ വരെ പോയി, ഈ ഒരു ഹൈ വരെ റെസിസ്റ്റൻസ് എടുത്തു, പ്രൈസ് താണിക്ക് പൊട്ടാൻ തുടങ്ങി. ഓക്കെ, പൊട്ടി ഇവിടെ വരെ. ദെൻ വീണ്ടും ആ ലോയുടെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് ഈ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആയി. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ പോസ് എടുക്കുന്നു.
നമ്മുടെ എല്ലാവരും എന്താണുള്ളത് ഇൻട്രഡേ, മോസ്റ്റ്ലി എല്ലാവരും ഇൻട്രഡേ അല്ലേ പ്ലേ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഇൻട്രഡേ ഇത് ആക്ച്വലി ലേണിംഗ് വീഡിയോ ആണ്. ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബൈ യുവർ സെൽസ്. ഇതിനകത്തൊരു ബൈ യുവർ സെല്ലിൻ്റെ ഒരു റിക്കമെൻഡേഷൻ ഇല്ല. പ്ലീസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് കേൾക്കാനും ബാക്കി മുമ്പിലോട്ട് ഓരോരോ സ്റ്റെപ്പ് എടുക്കാനും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, 1 മിനിറ്റ് ടൈം ഫ്രെയിം പോവാം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ ഇവിടെ വന്നു. കാലത്തെ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചെയ്ത് നോക്കി. ഇവിടെ നമ്മൾ സ്ട്രക്ചർ കറക്റ്റായിട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ. സോ ഇവിടെ പ്രൈസ് വന്നു, ഇതിൻ്റെ നിയർ വന്നു, പ്രൈസ് ബൗൺസ് എടുത്തു. ഓക്കെ, ബൗൺസ് എടുത്തിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ 1 2 3 4 5 മൂവ്സ് അല്ലേ. സോ ഇവിടെ വന്നു 1 2 3 4 5 5 മൂവ് കംപ്ലീറ്റ് ആയി. 5 മൂവ് കംപ്ലീറ്റ് ആയ എന്തായി, ലീഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ആക്ച്വലി ഇവിടെ വെയിറ്റ് ചെയ്യണം, വെപ്രാളം പിടിക്കരുത്, ട്രേഡ് എടുക്കാനുള്ള. കാരണം ഇപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം 2 ഷാർപ്പാണ് നമ്മൾ. ഓക്കെ, ലീഡിങ് ഡയഗണൽ പാറ്റേൺ 5 മൂവ്സ് ആയ എന്താ ഫോം ആവുന്നത്, ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോമാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി അവിടെ കാണണം. 2 വീഡിയോസ് ഉണ്ട് എലിയറ്റ് വേവിൻ്റെ, നല്ലൊരു 2 വീഡിയോസാണ് ഷെയർ ചെയ്തേക്കുന്നത്. സോ ആ വീഡിയോസ് മസ്റ്റായിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് ഇത് കാണാവുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾക്ക് ലോജിക് മനസ്സിലാവുള്ളൂ, ലീഡിങ് ഡയഗണൽ പാറ്റേൺ എവിടെ ഫോം ആവുന്നത്, എൻഡിങ് ഡയഗണൽ എവിടെ ഫോം ആവുന്നത്. ഓക്കെ, സോ ഇതായി നമ്മുടെ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആയി. പിന്നെ 5 മൂവ്സ് ആയി, റൈറ്റ്. ഇത് കണ്ടോ, 1 2 3 4 5. ഒന്നുകൂടി ഞാൻ മറ്റേ ഇത് വെച്ച് കാണിച്ചു തരാം. ടൂൾസിൽ ഇതാണ് എലിയറ്റ് വേവ് ഇമ്പൾസ്. ഓക്കെ, സോ നമ്മളിത് ഇവിടെ നിന്ന് നമ്മളിത് മാർക്ക് ചെയ്യുക. ബേസ് പോയിന്റ് ഇതാണ് 1 2 3 4 5. 5 മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലില്ലല്ലോ. അതിൻ്റെ മുകളിൽ പിന്നെ മുകളിലേക്ക് പിന്നെ വേറെ ഒന്നും വരുന്നില്ലല്ലോ. 5 മൂവ് കഴിഞ്ഞാൽ ശരിക്കും മൂവ് അവിടെ തീരേണ്ടതാണ്. ഒന്നുകൂടി ചിലപ്പോൾ സ്പൈക്ക് തന്നാലും പ്രൈസ് പിന്നെ തിരിച്ച് താഴേക്ക് തന്നെ വരും. സോ ആ വരുമ്പോഴാണ് നമ്മളവിടെ ക്യാച്ച് ചെയ്യേണ്ടത്, എന്താണ് സംഭവം നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ്, ഇപ്പോൾ ഈ 5 ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു. റെസിസ്റ്റൻസ് നോക്കിക്കേ, ഇവിടെ റെസിസ്റ്റൻസ്, ഇത് 5 മൂവുടെ റെസിസ്റ്റൻസ് ആണ്. പിന്നെ മുകളിൽ നിന്ന് നോക്കിക്കേ, ഇതും റെസിസ്റ്റൻസ് ആണല്ലോ, റൈറ്റ്. റെസിസ്റ്റൻസ് ആണല്ലോ അത്. സോ അത് റെസിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ ഈ 5 മൂവ് കഴിഞ്ഞാൽ ഫോൾ വരേണ്ടതാണ്. ആ ഫോൾ വരേണ്ടത് നമ്മുടെ സെക്കൻഡ് വേവിലാണ്, 2 അല്ലേ. അത് സെക്കൻഡ് വേവ് എപ്പോഴും എത്ര വരാറുണ്ട്, ഇത് 5 മൂവ് കഴിഞ്ഞാൽ ഒരു വേവായി. ഓക്കെ, പിന്നെ സെക്കൻഡ് വേവ് വരേണ്ടതാണ്. സെക്കൻഡ് വേവ് ദാറ്റ് മീൻസ് താഴേക്ക്. സെക്കൻഡ് വേവ് വരേണ്ടത് എങ്ങനെ, താഴേക്ക്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് എടുക്കാം. ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് സെക്കൻഡ് വേവ് എപ്പോഴും വരുന്നത് 81.20% ആണ് വരേണ്ടത്. നമ്മുടെ ബോട്ടം ടു ആ ഒരു എവിടെ വരെ വെക്കേണ്ടത് നമുക്ക്, നമ്മുടെ ഇത്ര ഏതാ, സോറി, ഇത് 81.20 ചേഞ്ച് ചെയ്ത് സെറ്റിങ്സിൽ. യെസ്, ഇത് ചേഞ്ച് ചെയ്തു. സോ ഈ ബോട്ടം ടു ഏത് ടോപ്പ്, ഈ ഒരു ടോപ്പ് വരെയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ 5 മൂവിൻ്റെ 5 ടോപ്പ്. സോ പ്രൈസ് താഴേക്ക് വരണം. എവിടെ വരെ വരണം, 81.20%. അവിടെ വന്നാലാണ് ജെന്വൻ ഒരു ബൈ. ജെന്വൻ ബൈ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശരിക്കും സ്റ്റോപ്പ് ലോസും കുറയും. പ്രൈസ് ഇവിടെ നിന്ന് 61.80% അവിടെ നിന്നും പോക്കും അവർ. ഈ ഒരു സ്കൈ ബ്ലൂ സോൺ ഉണ്ടല്ലോ, അവിടെ നിന്നും പോക്കും, ഇവിടെ നിന്നും പോക്കും. രണ്ട് ചാൻസസ് ഉണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് 81.20% ആണ്. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ എത്തിയാൽ നമ്മുടെ പിന്നെ SL തീരെ ചെറുതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ക്യാൻഡിലെ ലോ ആയിരിക്കും നമ്മുടെ SL. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക, എപ്പോഴും വെയിറ്റ് ചെയ്യണം. ഓക്കെ, സോ പ്രൈസ് നമുക്ക് മനസ്സിലായി എത്രയാണ്, 22,745. അവിടെ പ്രൈസ് വരണം. അവിടെ വന്നു പ്രൈസ്. ഓക്കെ, അവിടെ വന്നു. അവിടെ ഈ മോർണിംഗ് സ്റ്റാർ പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അവിടെ ഡോജി ഉണ്ടാക്കി എന്നൊക്കെ. ബട്ട് അതിൻ്റെ മുന്നേ വേറൊരു കാര്യമുണ്ട്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, ഇത് കണ്ടോ. അതുകൂടി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇത് സിഗ്സാഗ് പാറ്റേൺ ആണ്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഒത്തിരി മൂവ്സ് വേവ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വീഡിയോസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരും. ആ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് 2 to 3 and 4 അകത്ത് ഇൻസൈഡ് ആണുള്ള മൂവ്സ് ലൈനാണത്. സോ അതും കൂടി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. 81.20 റെസ്പെക്ട് ചെയ്യുന്നു, ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടി റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് കയറാൻ തുടങ്ങി. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൂടി ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിലോ പ്രോപ്പർലി കണ്ടോ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൂടി കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതെന്താ, ബുള്ളിഷ് ഫ്ലാഗ് ആൻഡ് പാറ്റേൺ. ബുള്ളിഷ് ഫ്ലാഗ് ആണല്ലോ, ബുള്ളിഷ് ഫ്ലാഗ് ആൻഡ് പോൾഡ് പാറ്റേൺ ആണ്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കാണിച്ചു. ഓക്കെ, സോ എന്തായി, നമുക്ക് 2 സപ്പോർട്ട് എടുത്ത് തേർഡിലേക്ക് പോയി.
തേർഡിൻ്റെ ടാർഗറ്റ് എന്താണ്? തേർഡിൻ്റെ ടാർഗറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി എടുക്കുക, ബോട്ടം ടു 1 ടോപ്പ്, ഇത് 1 ടോപ്പ് ആൻഡ് 2 ബോട്ടം, ഇതിങ്ങനെ 2 ബോട്ടം, ദറ്റ് മീൻസ് ആ ഏരിയ 22,745 നമ്മൾ 127% ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അത് കണ്ടോ 1.27%. എക്സാക്ട്ലി ടാർഗറ്റ് അവിടെ തന്നെ അടിച്ചത്. മനസ്സിലാക്കി എടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ആ പിക്ചർ. അല്ലാണ്ട് മാർക്കറ്റ് ആദ്യം ട്രാക്ക് ചെയ്യണം. കുറേ നാൾ നിങ്ങൾ ലേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തെങ്കിലും ഉള്ളൂ. അല്ലാണ്ട് ചാടേണ്ട ആവശ്യമൊന്നുമില്ല, ആരും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ട പിക്ചർ തന്നെ ക്ലിയർ ആകും. കുറച്ച് നാളെ നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ തന്നെ ക്ലിയർ ആകും. പിന്നെ 22,820 ഇവിടെ ഒരു ഹൈ അടിച്ചു, ദെൻ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇത് റെസിസ്റ്റൻസ്. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ് മാത്രമേ കിട്ടുള്ളൂ. തേർഡ് വേവ് എത്ര വേണമെങ്കിൽ പോകും, 168 പോയിന്റ് എത്ര വേണമെങ്കിൽ പോകും. ബട്ട് മിനിമം ലിമിറ്റ് അത്രയാണ് അതിൻ്റെ. ഓക്കെ സർ, നമുക്ക് ഇത്രയ്ക്ക് കിട്ടിയല്ലോ, നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ നമ്മൾ ബാക്കിയെല്ലാം ഇനിയും ഡിലീറ്റ് ചെയ്യും. സോ ഇപ്പോൾ ഇത്ര വരായി, നമ്മുടെ ഇത്ര ക്ലിയർ ആയി. ഓക്കെ, സോ 1, 2 and 3 ക്ലിയർ ആയി. ഞാനിപ്പോൾ കുറച്ച് കാണിച്ചു തരാം. സോറി, ഇപ്പോൾ 1, 2 and 3 ഇവിടെ ക്ലിയർ ആയി. ഇതാണ് 1, 2, 3. ഓക്കെ, കൺഫ്യൂസ് ആവേണ്ട, ഞാൻ ഒന്നുകൂടി 1, 2, 3 വരച്ച് കാണിച്ചു തരാം. യെസ്, ഇങ്ങ് 1, സോറി 0 to 1, ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആണ്, ഇത് 5 ആണ്. ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ പിക്ചർ ഇപ്പോൾ ആയി. ഇത് 4, ഇത് തേർഡ് ഇവിടെ നമ്മൾ മിനിമം പെർസെൻറ്റ് അടിച്ചല്ലോ. ഓക്കെ, എത്ര 82, 127% അടിച്ചല്ലോ. സോ ഫോർത്ത് എപ്പോഴും യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ 1 to 2 ഫോൾ ആൻഡ് 3 to 4 ഫോൾ ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കും. ഓർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബർ റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ഈ ബോട്ടം ടു 3 വരെ നമ്മൾ ഇത് പിടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% ഫോൾ വരേണ്ടതാണ്. 50% ഫോൾ വരേണ്ടതാണ്. ഇതൊക്കെ റൂൾസാണ്. ഓക്കെ, സോ 50% ഫോൾ വരും. അത് നമുക്ക് ഐഡിയ കിട്ടും. 50 to 61, 8.0%. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്ര വരെ വരുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും എന്തായി നമ്മുടെ നെക്സ്റ്റ് 5th പോകാൻ പോകും. കണ്ട, പ്രൈസ് വീണ്ടും 5th മുകളിലേക്ക് വീണ്ടും പോയി. ബട്ട് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല. ഓക്കെ, ഇത് നമുക്ക് 4th ഇവിടുന്ന് പ്രൈസ് എടുക്കുമ്പോൾ 4th പ്രൈസ് ഇവിടുന്ന് എടുക്കുന്നു. അപ്പോൾ തന്നെ എന്താ ചെയ്യുക, വേഗം 2 to 4 എപ്പോഴും ഇങ്ങനെ ലൈൻ വരച്ച് വെക്കുക. 2 to 4 ലൈൻ ഇങ്ങനെ വരച്ച് വെക്കും. പിന്നെ ഇവിടെ ഈ ഒരു ലൈൻ കൂടി ഇങ്ങനെ വരച്ച് വെക്കണം. റൈറ്റ്, അപ്പോൾ വീണ്ടും എന്തായി, എന്ത് റെഡിയായി, 1, 2, 3, 4, 5 മൂവ് കിട്ടി. 5 മൂവ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, വീണ്ടും ഒരു ലീഡിങ് ഡയൽ പാറ്റേൺ കിട്ടി. ഓക്കെ, മറ്റേത് സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 കുഞ്ഞ് മൂവ്സ്, അത് മൂവ്സ് ആണ്. 1, 2, 3, 4, 5 ഇത് വേവ്സ് ആണ്. ഓക്കെ, 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5 എപ്പോഴും 3യുടെ അബവ് ആയിരിക്കും, ഇതിൻ്റെ അബവ് ആയിരിക്കും. ഇതും ശരിക്കും 127% പോകേണ്ടതാണ്. ട്രാപ്പ് ചെയ്തേക്കാനാണ് വീണ്ടും പ്രോപ്പർ ട്രാപ്പാണ്. ഞാൻ 22,840 വരെ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത ഇത് പക്ഷെ വന്നില്ല. അവരുടെ ആണല്ലോ മാർക്കറ്റ്, നമ്മുടെ അല്ല. സോ നമ്മുടെ നോക്കിയിരിക്കുക, അത്രേ ഉള്ളൂ. ബട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ ഇങ്ങനെ കിട്ടി. ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആയി, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി, ലീഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി, കൺഫർമേഷൻ കിട്ടി. അപ്പോൾ വീണ്ടും നമുക്ക് താഴേക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴേക്ക് പ്ലേ ചെയ്യുക. അപ്പോൾ ഇനി എന്താ ചെയ്യുക, വീണ്ടും ഇവിടുന്ന് ഈ ബോട്ടം ടു 5 വരെ പോകാം. ഓക്കെ, ഈ ബോട്ടം ടു 5 വരെ വീണ്ടും ഫിബർ റീട്രേസ്മെൻറ്റ് നമുക്ക് വെക്കണം. ഫോൾ ഇവിടെ വരെ വരേണ്ടതാണ്. മാക്സിമം 81.20% വരേണ്ടതാണ്. ഓക്കെ, പ്രൈസ് വന്നു, ആ ഏരിയ വന്ന് വീണ്ടും സ്ലോ ആയി കഴിഞ്ഞിട്ട് 81.20% പോയാൽ ദാറ്റ് മീൻസ് പിന്നെ നമുക്ക് നോക്കാനില്ല. ഓക്കെ, നമുക്ക് പിന്നെ ബുൾ സൈഡിലേക്ക് മുകളിലേക്ക് നോക്കാനില്ല. അവിടെ വന്നു പോസ് എടുക്കുന്നു. കണ്ടോ, ഇത്ര നേരം പോസ് എടുക്കുന്നു. പ്രൈസ് അവിടെ വരെ വരും. മോസ്റ്റ്ലി ഇവിടെ വരെ 61.80% to 81.0 വരാറുണ്ട്. അവിടെ വരും, വന്നിട്ടേ പിന്നെ ബാക്കി എന്തെങ്കിലും ഉള്ളൂ. ഇവിടെ നിന്ന് തിരിച്ച് കയറിയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ അതിൻ്റെ 81.20% ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ. ദാറ്റ് മീൻസ് പിന്നെ മുകളിലേക്ക് നമുക്ക് നോക്കാനില്ല. പിന്നെ ഈ ലോ ടെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ ബിലോ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് അവരെന്ത് ചെയ്തു, ഈ ലോയും ബ്രേക്ക് ചെയ്തു. ആൻഡ് വീണ്ടും എവിടുന്ന് സപ്പോർട്ട് എടുത്തു. കാലത്തെ ഇത് ടച്ച് ചെയ്തില്ലായിരുന്നു. റൈറ്റ്, കാലത്തെ അവർ ഇത് ടച്ച് ചെയ്തില്ലായിരുന്നു. ഇന്ന് മോർണിംഗ് അവർ എന്ത് ചെയ്തു, ഇന്ന് ലാസ്റ്റ് എന്ത് ചെയ്തു,
ലാസ്റ്റ് എക്സാക്ട് അവർ കൊണ്ടുവന്നെങ്കിൽ എവിടെയാണ് ആ ഒരു നമ്മുടെ നേരത്തെ ഇവിടുത്തെ സപ്പോർട്ട്സ്, റൈറ്റ്? ഈ ഒരു സപ്പോർട്ട് നേരത്തെ ഓൾറെഡി വരച്ച് വെച്ചൊക്കെ സപ്പോർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വീണ്ടും പോയി നോക്കുകയാണെങ്കിൽ അവിടെ വന്നു അവർ വീണ്ടും എന്ത് ചെയ്തു, തുടർന്ന് പ്രൈസ് വീണ്ടും പൊക്കി. ഓക്കെ, പ്രൈസ് വീണ്ടും പോക്കാൻ തുടങ്ങി. അവിടെ സപ്പോർട്ടിൻ്റെ അവിടെ നമുക്ക് പിന്നെ നോക്കാനൊന്നുമില്ല, നമ്മൾ അവിടെ മാറി നിൽക്കുക. നമ്മുടെ എല്ലാം ട്രേഡ്, എല്ലാം ക്യാഷ്, നമുക്ക് ക്യാഷൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 1-2 കിട്ടിയ നമ്മുടെ ഒരു ഭാഗ്യമാണ്. കൂടുതൽ പിടിച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കൈ ഇട്ട് കഴിഞ്ഞാൽ, കൂടുതൽ അനലൈസിസ്, കൂടുതൽ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. സോ എല്ലാം പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോക്കാനാണെങ്കിൽ എന്ത് ചെയ്യാതെ വീണ്ടും നമ്മൾ ഇവിടുന്ന് ട്രാക്ക് ചെയ്യാതെ പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു. 1 2 3 4 5 ആയിട്ട് വീണ്ടും മുകളിലേക്ക് കയറുന്നുണ്ടല്ലോ. 5 മൂവ്സ് ആയിട്ടാണ് ഇങ്ങനെ മുകളിൽ കയറുള്ളൂ. അപ്പോഴേ നമുക്ക് കൺഫർമേഷൻ, നമുക്ക് എന്തെങ്കിലും കാണാം. 1 മിനിറ്റ് ടൈമിൽ നമ്മൾ കാണുന്നത് 1 മിനിറ്റ് ടൈമിൽ ഇത്തിരി ക്യാൻഡിൽസേ ഉള്ളൂ. ഓക്കെ, സോ വീണ്ടും 2 2 ഇതിൻ്റെ ലൈൻ ഇട്ടോ. പിന്നെ ഇവിടെ നിന്ന് ലൈൻ ഇട്ടോ, വേണ്ട. അപ്പോൾ നമുക്കറിയാൻ പറ്റും 5 മൂവായില്ലേ, എത്രയായി? 1 2 3 4 5 5 മൂവായി. ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഡൗൺ കാണിച്ചതാണ്, കണ്ടോ? ഫേക്ക് ഡൗൺ വീണ്ടും ആകും. അങ്ങനെയൊക്കെ നടക്കും, അങ്ങനെയൊക്കെ നന്നായിട്ട് നടക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒക്കെ തന്നെ ട്രാപ്പായിരുന്നു, പ്യൂർ ട്രാപ്പ് തന്നെയാണ്. അതൊക്കെ പതിയെ നമുക്ക് പിടികിട്ടത്തുള്ളൂ. ബ്രേക്ക് ഡൗൺ കാണിച്ച് സഡൻ ക്യാൻഡിൽ അകത്ത് പോക്കി. ബട്ട് നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് അറിയാം, 5 മൂവ് കംപ്ലീറ്റ് ആവാതെ നമ്മളിവിടെ കൈക്കാലിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടോ 1 2 3 4 5 മൂവ് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയത്. ആൻഡ് ദെൻ ആണ് പ്യൂർ ഒരു ബ്രേക്ക് ഡൗൺ അവർ കാണിച്ചത്, റൈറ്റ്? സോ അത്രേ ഉള്ളൂ. ഇനി ഈ ബ്രേക്ക് ഡൗൺ ഇവിടെ വരെ വരേണ്ടതാണ്, 81.0% വരെ വരേണ്ടതാണല്ലോ. ഓക്കെ, സോ ഇപ്പോൾ വന്നേക്കുന്ന ആ ബ്രേക്ക് ഡൗൺ എത്ര വരെയാണ്? 50% വരെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അവരാണല്ലോ, നമുക്കൊന്നും പറയണ്ട. ഇനി 81.20%, 22,340 ഇത് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് കയറും മുകളിലേക്ക്, തേർഡ് വേയിലേക്ക് കയറും. അല്ലെങ്കിൽ എന്തായിരിക്കും പ്രൈസ്? വീണ്ടും താഴേക്ക്. ഓക്കെ, അങ്ങനെയാണ് ചെറിയ സ്ട്രക്ചർ. എങ്ങനെ കൂടുതൽ ഒന്നും മൂവ്സ് നമുക്ക് പിടിക്കാനില്ല, കൂടുതൽ നമുക്കൊന്നും കാണാനില്ല. ശ്രദ്ധിക്കുക, സ്ലോലി ചെറിയ മൂവ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ക്യാച്ച് ചെയ്തുകൊണ്ട് പോവുക. വെപ്രാളം പിടിക്കരുത്. കുറേ നാൾ ട്രാക്ക് ചെയ്യുക. സ്മോൾ ടൈം ഫ്രെയിം, പ്രത്യേകിച്ച് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ കുറച്ചുകൂടി നമുക്ക് റിലാക്സേഷൻ കിട്ടും. 1 മിനിറ്റ് ടൈം ഫ്രെയിമാണെങ്കിൽ വെപ്രാളം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എല്ലാം, നമുക്ക് ചിലപ്പോൾ പിടി കിട്ടത്തില്ല. സോ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾ തന്നെ ഇവിടെ അറിയാൻ പറ്റും. ഇത് സപ്പോർട്ടായി, ഇത് റെസിസ്റ്റൻസ് ആയി. 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസിസ്റ്റൻസ് നിങ്ങൾ തപ്പിക്കോ. ഇവിടെ 5 മൂവ് കഴിഞ്ഞാൽ 1 2 3 4 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. ഡബിൾ ടോപ്പായി. അവർ നേരത്തെ റെസിസ്റ്റൻസ് ഇതായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ തന്നെ നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു, ഇത് ഹേർഡിലായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഒരു റെസിസ്റ്റൻസ് കിട്ടും നിങ്ങൾക്ക്. മൂവ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് മൂവ്സിൻ്റെ ഒരു ലോജിക്. വീഡിയോ പ്ലീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യണം, മസ്റ്റ് ഷെയർ. ഓക്കെ, താങ്ക് യു.